അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരണവാർത്തയാണ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ തുടരാം, അല്ലാത്തവർക്ക് ബാക്ക് അടിച്ചു പോകാം. നമ്മൾ ഇതുപോലെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത്. ഇതൊരു കണ്ടൻറ് വീഡിയോ ആയി ആരും കരുതണ്ട. നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വാർത്ത. നമ്മളൊന്നും ഒരിക്കലും ആഗ്രഹിക്കാത്ത, ഒരിക്കലും സംഭവിക്കരുതേ എന്ന് എന്നും പടച്ചറബിനോട് ദുആ ചെയ്യുന്ന നമ്മുടെ മക്കളുടെ വിയോഗം. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ആ മക്കൾ ഈ ദുനിയാവ് വിട്ട് പോയാലുള്ള നമ്മുടെ ഈ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ഒരുപാട് മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്, മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കളെ, അവരുടെയൊക്കെ മനസ്സറിഞ്ഞിട്ടുണ്ട് നമ്മൾ. മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കളുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പടച്ചറബ് അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം റാഹത്തിലാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ഒരു പൊന്നുമോൻ്റെ മരണം എങ്ങനെ സഹിക്കും ആ മാതാപിതാക്കൾ? ഒരു രോഗമോ ഒരു ആരോഗ്യ പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് നമ്മുടെ മക്കളൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി എന്നും ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ നിസ്കാരപ്പായിൽ നിന്നും 5 നേരവും നമ്മുടെ മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ആമീൻ. കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിലാണ് ഇവരുടെ താമസം. കൊരട്ടിപ്പറമ്പിൽ ഇർഷാദിൻ്റെ മകനാണ് ഇതുപോലെ മരണപ്പെട്ടത്. കൊരട്ടിപ്പറമ്പിൽ ഇർഷാദിൻ്റെ മകൻ മുഹമ്മദ് സൈഫാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയണ്ടേ? പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള കഴിവ് പടച്ചറബ് തന്നിട്ടുണ്ട്, നല്ലതും മോശവും തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യവും പടച്ചറബ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുക നമ്മൾ എന്ത് ചെയ്യണമെന്ന്. എല്ലാം പടച്ചറബിൻ്റെ മേൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. എന്ത് സംഭവിച്ചാലും എങ്ങനെ സംഭവിച്ചാലും ആളുകൾ പറയാറുണ്ട് പടച്ചറബിൻ്റെ വിധിയെന്ന്. നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിച്ചിട്ടും ആ അപകടത്തിൽ നമ്മൾ പെടുകയാണെങ്കിൽ അത് പടച്ചറബിൻ്റെ വിധിയാണ്, അത് പടച്ചറബിൻ്റെ ഖലാഅാണ്. ശ്രദ്ധിക്കുക, അതാണ്. ഇന്ന് എല്ലാത്തിലും അപകടം ഒളിഞ്ഞുകിടപ്പുണ്ട്. നമ്മുടെയൊക്കെ ഓരോ ശ്വാസത്തിലും അപകടം ഒളിഞ്ഞുകിടപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് പടച്ചറബ് തന്ന നല്ലൊരു ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം. അല്ലെങ്കിൽ ആയുസ്സെത്താതെ നമ്മളൊക്കെ മരണപ്പെട്ടു പോകും. നമുക്കൊക്കെ ഒരു ആയുസ് പടച്ചറബ് തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നമ്മൾ സംരക്ഷിക്കുക. കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിലുള്ള ഈ ഒരു മോന് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നലെ വെള്ളിയാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. വീടിന് പുറത്തു നിന്നും കുളിച്ചുകൊണ്ടിരിക്കെ ഇടിമിന്നലേറ്റാണ് ഈ പൊന്നുമോന് മരണപ്പെട്ടു പോയത്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയ വാർത്ത. ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇടിമിന്നലേറ്റ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. കോട്ടയം CMS കോളേജിലെ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ഈ ഒരു കുട്ടി. പടച്ചറബ് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അവസാനം ദുആ ചെയ്യാം. വേറെ ഏറെ വേദനയോടെ അറിയിക്കാനുള്ളത് ഈ ഒരു പൊന്നുമോളുടെ മരണമാണ്. 4 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിരന്തരം നമ്മുടെ മക്കൾ അബദ്ധത്തിലും അപകടത്തിലും പെട്ട് മരണപ്പെട്ടു പോവുകയാണ്. മക്കൾക്ക് വേണ്ടി ഇനിയിപ്പോൾ വെക്കേഷനാണ് വരുന്നത്. ഇനിയിപ്പോൾ വെക്കേഷനാണ്. എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക. ചെറിയ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. എല്ലാം പടച്ചറബ് നോക്കിക്കോളെന്ന് വെച്ച് കൈയൊഴിഞ്ഞ് വിടരുത് കേട്ടോ. വിധി നമ്മൾ നിശ്ചയിക്കരുത്, അത് പടച്ചറബ് നിശ്ചയിക്കും. സന മെഹറിൻ എന്ന ഈ ഒരു പൊന്നുമോള് മരണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, അതും അപകടത്തിൽ. പുതിയ വീട്ടിലെ പാല് കാച്ചൽ കഴിഞ്ഞ് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. മാതാവിനോടൊപ്പം റോഡ് മുറിച്ച് കിടക്കവേ അമിത വേഗത്തിലെത്തിയ ബൈക്കിടിച്ചാണ് ഈ പൊന്നുമോള് മരണപ്പെട്ടു പോയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, റോഡ് മുറിച്ച് കിടക്കുമ്പോഴല്ല, നിങ്ങൾ മക്കളെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ മക്കളെ കൈ പിടിക്കണം കേട്ടോ.
നിങ്ങളുടെ വലത് കൈകൊണ്ടല്ല മക്കളെ പിടിക്കേണ്ടത്, നിങ്ങളുടെ ഇടത് കൈകൊണ്ട് മക്കളെ പിടിക്കണം കേട്ടോ. അധിക ആളുകളും ചെയ്യുന്നതാണ് വലത് കൈകൊണ്ട് മക്കളെ പിടിക്കുന്നത്. വലത് കൈകൊണ്ട് മക്കളെ കൈപിടിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക? മക്കൾ വാഹനത്തിൻ്റെ സൈഡാണ് ഉണ്ടാവുക. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഈ അടുത്തായിട്ട് തന്നെ ഒരു കുട്ടി ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടാവരുത് ആരുടെ മരണവും. അത് നമ്മൾ ചിന്തിക്കുക. മക്കളെ ഒരു പ്രായം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മുടെ ഒരു ബാധ്യത തന്നെയാണ്. ഒരാളാക്കുന്നത് വരെ അവരുടെ കൂടെ തന്നെ നമ്മൾ വേണം. മാതാപിതാക്കൾ നോക്കുന്നില്ല എന്നല്ല, ഇതാരുടെ തെറ്റുമല്ല, എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു അശ്രദ്ധ അത് നമ്മളിൽ പെട്ടുപോകുന്നതാണ്. ഒരു ഇബിലീസിൻ്റെ വലയിൽ പെടുന്നത് പോലെ. എല്ലാവരും ശ്രദ്ധിക്കണം. പാങ്ങാടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. മാതാവിനോടൊപ്പം വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരികയായിരുന്നു 4 വയസ്സുകാരിയായ സന മെഹറിൻ. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ആ നാടിനെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയ ഒരു അപകടമാണ് നടന്നത്. ഉമ്മയോടൊപ്പം വിവാഹത്തിന് പങ്കെടുത്തതിന് ശേഷം ഒരു ഓട്ടോറിക്ഷയിൽ വീടിന് മുന്നിൽ ഇറങ്ങിയതായിരുന്നു സന. വീടിന് മുന്നിലിറങ്ങി അവിടുന്ന് റോഡ് മുറിച്ച് കിടക്കവേ അവിടെയാണ് സനയുടെ മരണം ഒളിഞ്ഞു കിടന്നത്. അവിടുന്ന് റോഡ് മുറിച്ച് കിടക്കവേ അമിത വേഗത്തിൽ വന്ന ഒരു ബൈക്ക് ആ മോളെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. പരിക്കേറ്റ ഉടനെ തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു. ആ മോൾക്ക് വേണ്ടി പടച്ച റബ്ബിനോടുള്ള ദുആയായിരുന്നു എല്ലാവരും. ആ പൊന്നുമോളെ തിരിച്ചു തന്നേക്കണേ റബ്ബേ എന്ന്. ചെറിയൊരു ജീവനെങ്കിലും ആ മോളുടെ തന്നാൽ മതിയെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ആളുകളൊക്കെ. മാതാപിതാക്കളെ മനംതൊന്തുള്ള പ്രാർത്ഥന ശൂന്യമായി പോവുകയാണ്. പടച്ച റബ്ബ് ആ മോളെ പെട്ടെന്ന് വിളിക്കുകയാണ് ഉണ്ടായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൂടുതൽ വേദനിപ്പിക്കാതെ വെള്ളിയാഴ്ചയോടെ പടച്ച റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങിയ ആ പൊന്നുമോള്. എല്ലാവരും ദുആ ചെയ്യണം. ഒരാഴ്ചയായിട്ടുള്ളൂ ഇവർ വീട് മാറി പുതിയ വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. പുതിയ വീട്ടിലുള്ള ആ സന്തോഷമുള്ളൊരു ജീവിതം അതിൻ്റെ ഒരു പുതുക്കം മാറും മുമ്പേ ആ പൊന്നുമോള് മരണപ്പെട്ടു. ആ കുടുംബം ആകെ ഒരു ദുഃഖത്തിലാണ്. എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബ് ആ പൊന്നുമോൾക്ക് സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മുടെയൊക്കെ ഊണിലും ഉറക്കിലും നമ്മുടെ മക്കൾ തന്നെയാണ്, എല്ലാവർക്കും അറിയാം. ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഒരു മാതാവ് ചെയ്ത പണി നിങ്ങളറിയോ? ഈ ഒരു മോനെ നിങ്ങൾ നോക്കിയേ. ആ ഒരു പാവം പോലുള്ള ആ ഒരു മോനെ ഈ കുട്ടിയുടെ മാതാവ് സ്വന്തം കാമം തീർക്കാൻ വേണ്ടി ആ മകനെ കൊന്നുകളഞ്ഞു. അതും അതിക്രൂരമായി, അതിനീചമായിട്ടാണ് ആ കുഞ്ഞിനെ ആ മാതാവ് കൊന്നുകളഞ്ഞത്. കാമം തീർക്കാനെന്ന് വെച്ചാൽ ഈ മാതാവ് കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ സുഹൃത്തുമായി പ്രണയത്തിലാവുകയാണ്. ഭർത്താവിൻ്റെ സുഹൃത്തുമായി പ്രണയം. ആ പ്രണയം മൂത്തപ്പോൾ ഭർത്താവിനെ ഇവൾ ഒഴിവാക്കി. അങ്ങനെ ഇവൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. ഇവരുടെ പ്രണയബന്ധത്തിന്, ഇവരുടെ കാമബന്ധത്തിന് മകൻ തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ കാമുകനും സ്വന്തം അമ്മയും കൂടി ഇങ്ങനെയൊക്കെ നീചമായി ചിന്തിക്കുന്ന മനുഷ്യരുണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് പടച്ച റബ്ബ്. കാമബന്ധത്തിന് തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ കാമുകനും അമ്മയും കൂടി ആ 6 വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചു. മരണം ഉറപ്പിക്കാനായി ആ കുട്ടിയെ എടുത്ത് തറയിലേക്ക് ഇടിച്ചു. ഹൃദയാഘാതമാണെന്ന് വരുത്തി തീർക്കാൻ അമ്മയുടെ കുതന്ത്രം. പക്ഷെ അത് ഏറ്റില്ല. അമ്മക്ക് 27 വയസ്സ്, ചുറുചുറുപ്പുള്ള പ്രായം. എന്നാലും ആ അമ്മക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാൻ? സ്വന്തം മകനെന്നല്ല, ആരെയായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊന്ന് വിറക്കില്ലേ? നമ്മുടെ ഹൃദയം ഇടിക്കില്ലേ? ഒരു മൃഗം പോലും ഇതുപോലെ ചെയ്യില്ല. മൃഗത്തിന് പോലും സ്വന്തം മക്കളോട് സ്നേഹമുണ്ടാകും. അങ്ങനെ വിശദമായ റിപ്പോർട്ടിലൂടെ മരണവിവരം പുറത്തായിരിക്കുകയാണ്. അങ്ങനെയെല്ലാം കുറ്റം സമ്മതിച്ചു. ഈ ഒരു കാരണത്തിലാണ് മകനെ കൊന്നതെന്നും സമ്മതിച്ചു കൊടുക്കുകയാണ്. അവർ തന്നെ പറഞ്ഞ വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. ഈ സംഭവം നടന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മരണപ്പെട്ട മക്കൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. മരണപ്പെട്ട മക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, നിനക്കറിയാലോ റബ്ബേ, ആരൊക്കെയാണ് മരണപ്പെട്ടത്, ആരുടെ മക്കളാണ് മരണപ്പെട്ടത് എന്നൊക്കെ.
ആ മക്കളുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ അല്ലാ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നു മക്കളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.